തണൽ അഗ്രോഫാം നഴ്സറി ചെറുവാഞ്ചേരി. ചെറുവാഞ്ചേരി പൂവത്തൂരിൽ പോലീസുകാരന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞ സംഭവം ആസൂത്രിതമെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിധിൻ രാജ്. കണ്ണവം പോലീസ് സ്റ്റേഷൻ പരിധിയിലുണ്ടായ രാഷ്ട്രീയ അക്രമ സംഭവങ്ങളിൽ പോലീസ് ശക്തമായ നടപടി സ്വീകരിച്ചതിലുള്ള വിരോധമാണ് അക്രമത്തിന് പിന്നിലെന്നും സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചു വരികയാണെന്നും കമ്മീഷണർ പറഞ്ഞു. കണ്ണവം പോലീസ് സ്റ്റേഷനിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻകാലങ്ങളിൽ കണ്ണവം, ചെറുവാഞ്ചേരി, ചുണ്ടയിൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉണ്ടായ രാഷ്ട്രീയ അക്രമക്കേസുകളിൽ പോലീസ് ശക്തമായ നടപടികൾ എടുത്തിരുന്നു. പോലീസുകാരന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ അറസ്റ്റിലായ രാഹുൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കാപ്പ ഉൾപ്പെടെ ചുമത്തുകയും ചെയ്തിരുന്നു. ഇതിലുള്ള പ്രതികാരമാണ് അക്രമത്തിന് പിന്നിലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പി നിധിൻ രാജ് പറഞ്ഞു. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് പോലീസിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത്, കണ്ണവത്തെ ഈ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ചിട്ട് ചെറുവാഞ്ചേരി, ചുണ്ടയിൽ, തുടിക്കളം തുടങ്ങിയ ഭാഗങ്ങളിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സംഘർഷ സാഹചര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിൽ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ, കാപ്പ ഉൾപ്പെടെയുള്ള നടപടികൾ പോലീസ് എടുത്തിട്ടുണ്ട്. വളരെ ഇൻറ്റൻസീവായിട്ടുള്ള ചെക്കിങ്ങും റെയ്ഡ്സും ഈ ഭാഗങ്ങളിൽ പോലീസ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ആത്മവിശ്വാസത്തെ നിർവീര്യമാക്കുക എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ പ്രതികൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വഴി അവരെ കൂടുതലായിട്ട് പ്രതികളെ പിടികൂടുന്നതിനും വളരെ കൂടുതലായിട്ടുള്ള സ്ട്രിഞ്ചൻ്റ് ആക്ഷൻസിലേക്ക് പോലീസ് മുന്നോട്ട് പോകും എന്നാണ് സിറ്റി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പറയാനുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതലായിട്ടുള്ള ആൾക്കാരുടെ ഇൻവോൾവ്മെൻറ്റ് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ആൾക്കാരെ അവരുടെ റോള് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുന്നതിനോടൊപ്പം കൂടുതൽ അറസ്റ്റ് ഈ കേസിലേക്ക് ഉണ്ടാവും. കൂത്തുപറമ്പ് ACP സിബി ടോം, കണ്ണവം പോലീസ് ഇൻസ്പെക്ടർ സുമിത് കുമാർ, SI അനൂപ് എന്നിവരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ വിദഗ്ധമായ അന്വേഷണത്തിലൂടെയാണ് പ്രതികളായ കോളയാട് സഗിൽ നിവാസിൽ K രാഹുൽ, കാക്കയങ്ങാട് പാലപ്പുഴയിലെ ജിതിൻ നിവാസിൽ P ജിതിൻ എന്നിവരെ അറസ്റ്റ് ചെയ്തത്. ഇവർ ഉപയോഗിച്ച സ്കൂട്ടറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇരുവരും നിരവധി കേസുകളിൽ പ്രതികളാണെന്നും ഇവരുടെ ജാമ്യം റദ്ദാക്കുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കമ്മീഷണർ പറഞ്ഞു. ഇപ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്ന 2 പേർക്കും പല ക്രിമിനൽ കേസുകളും ഉള്ള ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരാണ്. അവരുമായി ബന്ധപ്പെടുത്തിയിട്ടും കൂടുതലായിട്ടുള്ള മുൻകാലങ്ങളിലെ കേസുകളിലേക്കുള്ള ബോണ്ട് വയലേഷൻസുമായി ബന്ധപ്പെടുത്തിയിട്ട് ജാമ്യവ്യവസ്ഥ റദ്ദ് ചെയ്യുന്നതിനുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കും. കൃത്യമായിട്ടുള്ള വിഷ്വൽസ് ഇല്ലാതിരുന്നിട്ട് പോലും നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെയുള്ളത് മറച്ചിട്ടാണ് പ്രതികൾ ഈ സംഭവ സ്ഥലത്തേക്ക് വന്നിരുന്നത്. പക്ഷേ നമ്മുടെ നൈറ്റ് ടീം ആ സമയത്ത് തന്നെ അലേർട്ടായിരുന്നു. ആ സമയത്ത് തന്നെ വളരെ ഇൻറ്റൻസീവായിട്ടുള്ള ചെക്കിങ് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. അതോടൊപ്പം മറ്റൊരുപാട് സാഹചര്യങ്ങളും സർക്കംസ്റ്റാൻസസും സയൻറ്റിഫിക് എവിഡൻസും കൂടെ കൊറാബറേറ്റ് ചെയ്തിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു എവിഡൻസ് കളക്ഷനിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതെ, അന്ന് ഈ സംഭവ സമയത്ത് അത് പ്രതികൾ നമ്മൾ ഇനീഷ്യലി കേസ് സെക്ഷൻ 4 ഓഫ് ഈ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരമാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തിരുന്നത്. അതിനുശേഷം ഇത് ഒറിജിനൽ ആണ് എന്നുള്ളത് BDDSൻ്റെ സർട്ടിഫിക്കേഷൻ വന്നതുകൊണ്ടും അതോടൊപ്പം ഇതിൽ കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ്, പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കണമെന്നുള്ള പ്ലാനിങ് ഉള്ളതുകൊണ്ടും പിന്നീട് ഇതിൽ അറ്റംപ്റ്റ് ടു മർഡർ സെഷൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അന്വേഷണത്തിന് ശേഷം നമുക്ക് വ്യക്തമാക്കാം. കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെയാണ് കണ്ണവം പോലീസ് സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ UP അർജുന്റെ ചെറുവാഞ്ചേരി പൂവത്തൂരിലെ വീട് നേരെ ബോംബേറുണ്ടായത്. വീടിന്റെ മുൻവശത്തെ വാതിലിൽ തട്ടി ബോംബ് വരാന്തയിൽ വീണെങ്കിലും പൊട്ടിയിരുന്നില്ല. വീടിന്റെ വരാന്തയിൽ നിന്നും പൊട്ടാത്ത സ്റ്റീൽ ബോംബ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്. നിങ്ങളുടെ വീട്, നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ തണൽ അഗ്രോഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.